സത്യം പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ആർക്കും ഇഷ്ടമല്ല. പക്ഷെ ഞങ്ങൾ നേരിൽ കണ്ടു കഴിഞ്ഞാൽ അവർ പറയോ എന്ത് പാവമാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് അമ്മയുടെ മോന്തക്കെട്ട് അടിക്കണമെന്ന് പ്രേക്ഷകരായി പറഞ്ഞിട്ട് ചോറ്റാനിക്കര അമ്പലത്തിൽ പോയപ്പോൾ എന്നോട് പറയാം കുറ്റി നോക്കി ഒരെണ്ണം തരാൻ തോന്നിയത്. പക്ഷെ നിന്നെ നോക്കിയിട്ട് എങ്ങനെയാടാ മോനെ ഞാൻ അടിക്കുക. ഞാൻ പറഞ്ഞു ഒരിക്കലും അടിക്കരുത്, ഇത്രയും ആവരുത്. ഭാര്യയോട് കുറച്ചെങ്കിലും ഒരു കുറച്ചുകൂടി സൗമ്യമായിട്ട് ഒരു മര്യാദത്തിൽ പെരുമാറാം. അതുപോലെ ചേട്ടത്തിയോട്, അതായത് നയന, അത് ലക്ഷ്മികൃത്തിനോട് അത്രയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾക്ക് അടിക്കാണ്ടെന്ന്. പക്ഷെ നേരിൽ കണ്ടപ്പോൾ ഇല്ല, നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഈ റോൾ അവർ തരുന്നത്? പത്രമാറ്റി എന്ന് പറഞ്ഞ ഒരു ഫാമിലിയാണ്. ഞങ്ങളിപ്പോൾ ഷൂട്ട് കഴിഞ്ഞാലും ഞങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഓഫ് ഡേ കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കറങ്ങാൻ പോകും. സീല് സ്റ്റാർട്ട് ചെയ്ത പോലെ ഞങ്ങൾ ടോം ആൻഡ് ജെറി കളിയാണ്. അതായത് ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്യും, ലാസ്റ്റ് വരെ എത്തിക്കും, ഞങ്ങൾ അവസാനം അത് ചീറ്റിപ്പോവും, പൊട്ടിപ്പോ. അങ്ങനെ ചെയ്തിട്ട് എന്തൊക്കെയാ ചീറ്റി പോയിട്ടുള്ളത്? അങ്ങനെ ചെയ്താണെങ്കിൽ നവ്യയുടെ ഗർഭം, അത് ഒരു സീനിന് വേണ്ടി ഒരു ക്ലോസപ്പ് ഞാൻ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എൻ്റെ ബാക്കിലുള്ള ആൾക്കാർ ആരും എന്നെ പിടിച്ചില്ല. ഞാൻ അങ്ങനെ സ്ലിപ്പ് ചെയ്ത് വന്ന് വീഴുന്നു, എൻ്റെ റൈറ്റ് സൈഡിൽ ഉണ്ടെങ്കിൽ ഇടിച്ചങ്ങ് വീഴുന്നു. ആ ഡയറക്ടർ പിടിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ വീഴുന്നതുകൊണ്ട് പുള്ളി പേടിച്ച് എന്നെ കൈവിട്ടു. ഡയറക്ടർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ബിക്കോസ് ജലജ വീഴരുത്. ഞാൻ രാക്കുവിൽ കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നത് എൻ്റെ പത്രമാറ്റാണ്. എൻ്റെ പത്രമാറ്റായിട്ട് ഞാൻ പറയുള്ളൂ. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലതായിട്ട് കോസ്റ്റ്യൂം ധരിക്കുന്നത് ഞാനാണ് അവിടെ. ഇന്ന സീൻ എന്ന് പറഞ്ഞിട്ട് ജലജ കുറച്ച് ഡ്രസ്സ് സാരീസ് പ്രിഫർ ചെയ്യും. അതിൻ്റെ ബ്ലൗസ്, അതിൻ്റെ ഓർണമെന്റ്, അതിൻ്റെ പുറകെ ഒരു 15 days അതിൻ്റെ പുറകെ കളയും. എന്നെ കൊണ്ട് അത് പറ്റത്തില്ല. ഒരു മുഖചിത്രമെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ചെറിയ പ്രായത്തില്. എന്റെ കുഞ്ഞിലെ തൊട്ടേ ആഗ്രഹിക്കുമായിരുന്നു ഈ മാഗസിനിൽ മുഖചിത്രമാകണം. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന അമ്മമാരോട് ചോദിക്കും, നിങ്ങൾക്ക് എപ്പോഴാണ് സമയം? 8:30 നമ്മളുടെ ഇന്ത്യൻ ടൈം നമ്മൾ എപ്പിസോഡ്. ഞാൻ ചോദിക്കും, നിങ്ങൾ ഇപ്പോൾ ഈ ജോലിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണും, പറയും ഞങ്ങളൊക്കെ ഹോട്ട്സ്റ്റാറിൽ കാണും, ഞങ്ങൾ ഒരു ദിവസം പോലും മുടക്കില്ല എന്ന്. അമ്മയും മോനെ എന്തുവാ കാണിക്കുന്ന ആ സീരിയലിൽ കിടന്ന്. ഞാൻ കാരണം അമ്മമ്മയുടെ രണ്ടാമത്തെ പോലെ ഫ്രാൻസിലാണ്, പാരീസിലാണ്. മകളിനെ പോലും അമ്മമ്മ കാണാൻ പോവാണ്ട്, അതുകൊണ്ട് മകൾ സംസാരിക്കാണ്ട് എത്രയോ വർഷം, ഏകദേശം ഒരു 19-20 വർഷത്തോളം അമ്മമ്മയെ കാണാൻ വന്നിട്ടില്ല. എൻ്റെ ബർത്ത്ഡേയുടെ മന്ത് ആയതുകൊണ്ടാണ് എനിക്കത് ഭയങ്കര വിഷമം. ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന എൻ്റെ അമ്മമ്മയാണ് എൻ്റെ ബർത്ത്ഡേ. എൻ്റെ ലൈഫിൽ എനിക്ക് എത്ര അവാർഡ് കിട്ടിയാലും ആ ഒരു ശൂന്യത ഇല്ല. എനിക്ക് മലയാളം നമ്മൾ നോർമലി സംസാരിക്കുന്ന പോലെ അല്ല ഡയലോഗ്സ് പറയുമ്പോൾ. കാരണം കുറച്ചും കൂടെ ഡയലോഗ്സിന് വ്യത്യാസമില്ല, നമ്മൾ നോർമലി ഉള്ള ടോക്സ് അല്ലല്ലോ ഇതിന്. അപ്പം അതുകൊണ്ട് കുറച്ച് പ്രശ്നമുണ്ട്. ഡിഫിക്കൽട്ടി മീൻസ് എൻ്റെ അച്ഛൻ മലയാളിയാണ്. അല്ല, സ്ക്രിപ്റ്റ് തരുമ്പോൾ ഞാൻ ഡയലോഗ് സീൻ അയച്ചാന്ന് പറഞ്ഞ വെപ്രാളം പിടിക്കും കേട്ടോ. ഇവനൊന്നൊരു മൈൻഡേ അല്ല. എനിക്ക് ലാസ്റ്റ് സീനിന്റെ കുറച്ച് മുമ്പായിട്ട് എനിക്ക് ഒന്ന് വായിച്ചു തരും, അത് കഴിഞ്ഞ് ഞാൻ പ്രസന്റ് ചെയ്യും. പെട്ടെന്ന് കാരണം ഇത്രയും വർഷമായില്ലേ, 13 വർഷത്തെ എക്സ്പീരിയൻസ്. 13 വർഷമായില്ലേ. ഏഷ്യനിൽ എൻ്റെ മൂന്നാമത്തെ പ്രോജക്റ്റ് ആണ്. ഫസ്റ്റ് രാഘുവിലല്ല, ഏഷ്യനിൽ തന്നെയാണ് എൻ്റെ ഫസ്റ്റ് അമ്മ സീരിയൽ. എൻ്റെ അമ്മ സീരിയൽ എന്ന് പറഞ്ഞ ഒരു സീരിയൽ ഉണ്ടായിരുന്നു ഏഷ്യനെറ്റില്. ആ സീരിയലാണ് എൻ്റെ ഫസ്റ്റ് സീരിയൽ. അപ്പൊ ഈ അപ്പു എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പൊ മഴവിൽ മനോരമയിൽ രാഘുവിൽ അതൊക്കെ എൻ്റെ ഒരു 8th and 9th സീരിയലാണ്. അത് ഇപ്പൊ ഞാൻ ചെയ്യുന്ന എൻ്റെ 12th സീരിയലാണ്. 12th സീരിയൽ. പക്ഷെ അതിന്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ രാഘുവിലാണ്. അത് കിടക്കുന്നത് എങ്ങനെയാണ്, കാരണം അത് ഞാൻ ഒരു 3.5 years ഡ്യൂറേഷനിൽ ഞാൻ ചെയ്ത സീരിയലാണ്. ബാക്കിയെല്ലാം ഒരു 100 episodes 150 episodes കഴിഞ്ഞ് ഞാൻ അങ്ങനെയായിരുന്നു ചെയ്യുന്നത്. ഫസ്റ്റ് അമ്മയാണ് തുടങ്ങിയത്. 2012-13 സംതിങ്. 12 അല്ല 11-12. ഓക്കെ. നെഗറ്റീവ് ആണ് മെയിൻ. ആൾക്കാരെല്ലാം പറയും ഈ മുഖത്തിന് എങ്ങനെ ഒരു നെഗറ്റീവ് കൊടുത്തു. മുഖമേ നെഗറ്റീവ് അങ്ങനെ പറയാൻ പാടില്ല. എവിടെയാ പാവം. തന്നെ. അതെ, അല്ല ഞങ്ങൾ ഓഫ് സ്ക്രീൻ ഓൺ സ്ക്രീനിലും ഏകദേശം ക്യാരക്ടറൊക്കെ സെയിം തന്നെയാണ്. ഞാൻ അവളെ പറയും, അവൾ എന്നെ പറയും. സോ ഞങ്ങളൊരു പത്രമാറ്റി എന്ന് പറഞ്ഞ ഒരു ഫാമിലിയാണ്. കാരണം ഞങ്ങളൊരു 15 days ഞങ്ങൾ ഫുൾ ഞങ്ങൾ പത്രമാറ്റിലാണ്. അപ്പം ഞങ്ങൾ അതായതുകൊണ്ട് എൻ്റെ ഒരു സെക്കൻഡ് ഫാമിലിയാണ് പത്രമാറ്റ് എന്ന് പറഞ്ഞാൽ. കാരണം വെച്ചാൽ അതിനകത്തുള്ള അമ്മയും അച്ഛനും സ്മിത പിന്നെ ബാക്കിയുള്ള എല്ലാവരും. അപ്പം ഞങ്ങളൊരു ഫാമിലിയാണ്. ഞങ്ങളിപ്പോൾ ഷൂട്ട് കഴിഞ്ഞാലും ഞങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഓഫ് ഡേ കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കറങ്ങാൻ പോവും. അപ്പം ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലി ആയതുകൊണ്ട് എനിക്ക് വേറൊരു സെറ്റിലാണ് എന്നുള്ളൊരു തോന്നൽ വരാറില്ല.
ഇപ്പൊ ഓഫ് സ്ക്രീനിലും ഓൺ സ്ക്രീനിലും അമ്മയെന്ന് പറഞ്ഞല്ലോ, ഈ സ്ക്രീനിലാകുമ്പോഴത്തേനും അമ്മ ഭയങ്കര കുശുമ്പും കാര്യങ്ങളൊക്കെ ഉള്ള. അല്ല, അമ്മ കുശുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ സ്ക്രീനിലെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം സമ്മതിക്കില്ല. അമ്മ കുറേ കാര്യങ്ങൾ എന്നോട് പറയും, അതെല്ലാം ഞാൻ ചെയ്യണം. ഞാൻ സ്വന്തമായിട്ട് ഒരു ഇഷ്ടത്തിൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ അമ്മ പറഞ്ഞു തരുന്ന കാര്യം ഞാൻ ചെയ്ത് അത് ലോക ഫ്ലോപ്പുമാണ്. സി അമ്മ പറഞ്ഞിട്ട് ഞാൻ അമ്മ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോണു, അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം ഫ്ലോപ്പ് ആയിരിക്കും. ബേസിക്കലി ഫ്രം ദ സീൽ സ്റ്റാർട്ട് ചെയ്ത പോലെ ഞങ്ങൾ ടോം ആൻഡ് ജെറി കളിയാണ്. അതായത് ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്യും, ലാസ്റ്റ് വരെ എത്തിക്കും, ഞങ്ങൾ അവസാനം അത് ചീറ്റിപ്പോവും, പൊട്ടിപ്പോവും. അങ്ങനെ ചെയ്തിട്ട് എന്തൊക്കെയാ ചീറ്റിപ്പോയിട്ടുള്ളത്? അങ്ങനെ ചെയ്താണെങ്കിൽ നവ്യയുടെ ഗർഭം. അതെ, ഞങ്ങളായിട്ട് അത് എണ്ണ, അതായത് എൻ്റെ ബ്രദറിന്റെ വൈഫായിട്ട്, പിന്നെ അനാമിക, വിഷ്ണുവിന്റെ, അതായത് അനി എന്ന് പറഞ്ഞ അനിരുദ്ധ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ വൈഫ് ചെയ്ത് അനാമിക എണ്ണ ഒഴിച്ച് എൻ്റെ വൈഫിനെ തള്ളിയിടാൻ നോക്കും. അപ്പൊ ഞാൻ വന്ന് അതിനകത്ത് വന്ന് അത് എല്ലാവരും കുറച്ച് റീൽസ് കണ്ടിട്ടുണ്ടാവും, നാച്ചുറലി വന്ന് വീഴുന്നതാണ്. അത് ഒരു സീനിന് വേണ്ടി ഒരു ക്ലോസപ്പ് ഞാൻ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എൻ്റെ ബാക്കിലുള്ള ആൾക്കാർ ആരും എന്നെ പിടിച്ചില്ല. ഞാൻ അങ്ങനെ സ്ലിപ്പ് ചെയ്ത് വന്ന് വീഴുന്നു, എൻ്റെ റൈറ്റ് സൈഡിൽ ഉണ്ടെങ്കിൽ ഇടിച്ചങ്ങ് വീഴുന്നു. സത്യം, ഒരു 1 വീക്ക് ഒരു ബ്ലൂ കളറായിരുന്നു എൻ്റെ ഇത്, കാരണം കാണിക്കാൻ പറ്റാത്ത സ്ഥലം ആയതുകൊണ്ട്. ഇങ്ങനെ വാച്ചൊക്കെ നോക്കിയിട്ട് ഷർട്ടൊക്കെ ഇട്ട് വേറെ ഇങ്ങനെ സ്ലിപ്പായിട്ട് വന്ന് ഞാൻ റൈറ്റ് സൈഡിലോട്ട് അങ്ങ് വീഴുന്നു. ഞാൻ വെച്ച എൻ്റെ ആർട്ട് ഡയറക്ടർ, എൻ്റെ പ്രൊഡക്ഷൻ ആൾക്കാരൊക്കെ ഇങ്ങനെ പിടിക്കാനുണ്ടായിരുന്നു, അവർ പിടിക്കുന്നു വെച്ചാൽ ഈ സൈഡിലുള്ള പുള്ളി പിടിച്ചു, ഈ ബാക്കിലുള്ള പുള്ളി പിടിച്ചില്ല. അങ്ങനെ സ്ലിപ്പായി വീഴുന്ന റൈറ്റ് സൈഡിൽ ഒന്ന് ഇടിച്ച് വീഴുന്നു. എൻ്റെ ഈ ഭാഗത്ത് മൊത്തം ഒരു ബ്ലൂവും വയലറ്റ് കളറായിരുന്നു. അത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ആരെയും കാണിച്ചില്ല. അമ്മേ എന്തെങ്കിലും ചെയ്തോണ്ട് ബിക്കോസ് ഓഫ് അമ്മ. കാരണം അല്ല, അമ്മ വീണു, അമ്മയെ പിടിക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ബിക്കോസ് ജലജ വീഴരുത്, ദാറ്റ്സ് വൈ. പക്ഷെ എന്നെ പിടിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ ഡയറക്ടർ പിടിക്കൂന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ വീഴുന്നോണ്ട് പുള്ളി പേടിച്ച് എന്നെ കൈവിട്ടു. ഡയറക്ടർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ റെസ്റ്റ് ആയിരുന്നോ? റെസ്റ്റ് എവിടെ? ഞങ്ങളുടെ സീരിയൽ റെസ്റ്റ് എന്നുള്ള സാധനമേ ഇല്ല. ഞങ്ങൾ 1 to 15, ചിലപ്പം 15 to 30, 30 കഴിഞ്ഞാലും പോവും. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഒരു 20 days 15 days ഒക്കെ ഒരു ഷെഡ്യൂൾ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളൊക്കെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്യുന്നത്. അതെ. ഈ വീണ് കഴിഞ്ഞപ്പോഴത്തേനും അമ്മേനെയാണ് പിടിക്കാൻ പോയെന്ന് പറഞ്ഞു, അതിലെന്തെങ്കിലും വിഷമം തോന്നിയോ? പിന്നല്ലാണ്ട്, കാരണം ആ ഡയറക്ടർ, യൂണിറ്റില്, പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാരും സ്മിത ജലജ അത് ജലു. കാരണം ജലജയുടെ ഷോർട്ട് ഫോമിൽ എല്ലാരും ജലു, കുറച്ച് ഇങ്ങോട്ട് നിൽക്കൂ എന്നൊക്കെ പറയാറാണ് പതിവ്. നോക്കിയപ്പോൾ ഞാനവിടെ വീഴുന്നിട്ട് അവർക്ക് ആർക്കും ഒരു റിയാക്ഷൻ ഇല്ല. ജലു വീഴുന്നപ്പം അയ്യോ എൻ്റെ ജലു എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. നമ്മൾ സെൽഫായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല. അപ്പം നമ്മൾ സെൽഫായിട്ട് നമ്മൾ അതിനെ ഓരോന്ന് എന്തെങ്കിലും ഞാൻ ഇവിടെ കുറ്റം പറയും, അവൾ എന്നെ പറയും നീ അതല്ല, നീ അത് ശരിയില്ല, അങ്ങനെ മൊത്തത്തിൽ അങ്ങനെയാണ്. അപ്പം നമ്മളൊരു ഫാമിലി ആയതുകൊണ്ട് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോയിസം ഇല്ല. ഞാനൊരു ഏകദേശം എൻ്റെ ഒരു 10-12 സീൽ ആയിട്ടുണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് എൻ്റെ ഒരു ഓപ്പണായിട്ട് ഞാൻ ചെയ്യുന്നൊരു സീരിയൽ എന്ന് പറഞ്ഞാൽ എൻ്റെ പത്തരമായിട്ടായിരുന്നു. കാരണം ബാക്കിയുള്ളവരൊക്കെ കുറഞ്ഞ എപ്പിസോഡ്സ് ചെയ്യുക, എൻ്റെ ക്യാരക്ടർ കഴിയുമ്പോൾ ഞാൻ ഓക്കെ ബൈ പറഞ്ഞിട്ട് പോവും. ഫുള്ളായിട്ട് ഞാൻ രാക്കുയിൽ കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നത് എൻ്റെ പത്തരമായിട്ടാണ്. എൻ്റെ പത്തരമായിട്ടായിട്ട് ഞാൻ പറയുള്ളൂ. ബിക്കോസ് അതിൻ്റെ എല്ലാ ക്രെഡിറ്റ്സും എൻ്റെ സീരിയൽ ഡയറക്ടേഴ്സ്, അതിൻ്റെ കൺട്രോളർ ഉണ്ണിച്ചേട്ടൻ, ജോസ് പേരൂർക്കട, പിന്നെ എൻ്റെ വേണ്ടപ്പെട്ട എൻ്റെ ഓൾ ഇൻ ഓൾ ആയിട്ട് എൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ രമേഷ് ബാബു സാറിൻ്റെ എല്ലാവരുടെയും ഒരു ഭയങ്കര, അതായത് നമ്മൾ അത്ര കെയറാണ് അവർ തരുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഹാപ്പി ആയാലും അവർ ഹാപ്പിയാവും, അവർ ഹാപ്പി ആയാലും നമ്മൾ ഹാപ്പിയാവും. അങ്ങനെ നമ്മൾ സീരിയൽ അത്ര സക്സസ്ഫുള്ളി പോകുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സെൽഫായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ട്. എൻ്റെ സറൗണ്ടുള്ള ആൾക്കാരെല്ലാവരും എൻ്റർടൈൻ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് അവർക്കത് മിസ് ചെയ്യുന്നത്. അത് ഞാൻ പറയാൻ വന്നത്, ഒരു ദിവസം ഫ്രീ ടൈം കിട്ടി കഴിഞ്ഞാൽ രാവിലെ സാധാരണ 5 മണിക്ക് എണീക്കും, ഷൂട്ടില്ലെങ്കിൽ ഒരു 9:30 എണീക്കും. രാവിലെ അക്കൂ നിനക്കിന്ന് ഷൂട്ട് ഉണ്ടാക്കൂ, നീ ഇന്നില്ലേ, അയ്യോ ഇന്ന് എനിക്ക് വലിയ ഡിപ്രഷനിലാവും ഞാൻ. ഇവള് എൻ്റെ അടുത്ത് വിളിച്ച് പറയും ഡിപ്രഷനിലാവും, എനിക്ക് പറ്റില്ല, എനിക്കിന്ന് സീൻസ് ഇത്രയും ഉണ്ട്, അതാണ് ഇതാണ്. പിന്നെ എൻ്റെ അടുത്ത് കൂടുതലും എന്താ പറയുക, കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലായാലും എന്തായാലും കൂടുതലും എൻ്റെ അടുത്ത് കൂടുതലും അഭിപ്രായം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഒന്ന് എൻ്റെ നവ്യായിട്ട് എൻ്റെ വൈഫ്,
സീരിയലിന്റെ ഹീറോയിനി ലക്ഷ്മി കീർത്തന, പിന്നെ ഇവള്. എനിക്കും കുറച്ച് ഫാഷൻ സെൻസ് ഒക്കെ ഉള്ള ഒരാളാണ്. അങ്ങനെയുള്ള ആൾക്കാർ വേറെ ആളോട് ചോദിക്കും എന്താണ് സ്മിതയുടെ ഫാഷൻ സെൻസ് എന്താ? എന്റെ ഫാഷൻ സെൻസ് ഇപ്പോ പത്രമാറ്റുള്ള എല്ലാ പ്രേക്ഷകർക്കും അറിയാം. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലതായിട്ട് കോസ്റ്റ്യൂം ധരിക്കുന്നത് ഞാനാന്ന് തോന്നുന്നു അവിടെ. കാരണം അല്ലല്ല അത് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പം ഏഷ്യാനെറ്റിൽ റണ്ണിങ് പൊക്കോണ്ടിരിക്കുന്ന സീരിയൽസ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കും ഡ്രസ്സും ആ ഫാഷൻ സെൻസ് കാണിക്കുന്ന എനിക്ക് തോന്നുന്നു ജലജ ഭയങ്കരമായിട്ട് അത് കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ഷെഡ്യൂൾ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ പുറകിലാണ്. കോസ്റ്റ്യൂമിന്റെ അല്ല, തമാശയല്ല. ഞാനൊക്കെ ആണെങ്കിൽ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ഏതെങ്കിലും ഒരു പാൻറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ രീതിയിലാണ് ഞാൻ. ബട്ട് സ്മിത എന്ന് പറഞ്ഞത് ഈ ഷൂട്ട് കഴിഞ്ഞ അടുത്ത ഷെഡ്യൂൾ ഞങ്ങൾക്ക് ഓൺലൈൻ തരും. അപ്പോൾ ഇന്ന സീൻ എന്ന് പറഞ്ഞിട്ട് ജലജ കുറച്ച് ഡ്രസ്സ് സാരീസ് പ്രിഫർ ചെയ്യും. അതിൻ്റെ ബ്ലൗസ്, അതിൻ്റെ ഓർണമെന്റ്, അതിൻ്റെ പുറകെ ഒരു 15 days അതിൻ്റെ പുറകെ കളയും. എന്നെ കൊണ്ട് അത് പറ്റത്തില്ല. എനിക്ക് 15 days കിട്ടി, എനിക്ക് ട്രാവൽ ചെയ്യണം. ലൈഫിലും അങ്ങനെ തന്നെയാണ്. കോസ്റ്റ്യൂമും ബ്യൂട്ടി ഭയങ്കര എനിക്ക് എവിടെയെങ്കിലും പോണം, ഞാൻ തലേ ദിവസം തന്നെ എന്റെ ഉറക്കമില്ല. അങ്ങനെയല്ല, ഞാൻ ഉറക്കമില്ല. ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂക്ക് വന്നു, അത് പറയാതിരിക്കാൻ പറ്റുമോ? ഈ ഇന്റർവ്യൂക്ക് വന്നു, എന്നെ സംബന്ധിച്ച് രാവിലെ എന്നെ വീഡിയോ കോൾ ചെയ്ത് ഓരോ ഡ്രസ്സ് മാറും, എന്നെ വീഡിയോ കോൾ ചെയ്യും. അക്കു ഇതെങ്ങനെയുണ്ട് എന്ന് ഒരു 3-4 ഡ്രസ്സിന് ശേഷം ഇപ്പൊ ഈ ഒരു ഡ്രസ്സിലേക്ക് എത്തിയിരിക്കുന്നത്. ചെറുപ്പത്തിലുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇതുപോലെ വലിയൊരു മോഡലാവുക, നടിയാവുക? മോഡൽ അങ്ങനെയില്ല, ഒരു മുഖചിത്രമെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ചെറിയ പ്രായത്തില്. എന്റെ കുഞ്ഞില് തൊട്ടേ ആഗ്രഹിക്കുമായിരുന്നു ഒരു മാഗസിന്റെ മുഖചിത്രം ആകണം. അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയല്ലേ, നമ്മളൊരു കടയില് നമ്മളിങ്ങനെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോ ഓരോ കടയുടെ മുന്നിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുമല്ലോ, അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ താഴെ. അപ്പൊ അതിന്റെ ഒരു മുഖചിത്രം ആകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് വൈകിയാണെങ്കിലും അത് കിട്ടി. മുഖചിത്രം ആകാനല്ല, കാരണം ഇപ്പൊ കേരളത്തിലുള്ള ഓൾമോസ്റ്റ് ആൾക്കാർക്ക് അല്ല കേരളത്തിന് മാത്രം പറയാൻ പറ്റില്ല. എനിക്കറിയുന്ന, ഞാനിപ്പം നോർത്തിൽ പോയാലും ഇപ്പം ഞാനിപ്പോൾ അല്ലാണ്ട് പുറത്ത് പോയാലും ഇപ്പം റീസെൻ്റ്ലി കുറേ ആൾക്കാർ സിംഗപ്പൂർ, ന്യൂസിലാൻഡ്, US, അല്ലെ കളി പറയല്ല, അവിടുത്തെ അമ്മമാര് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടുത്തെ കൾച്ചറിൽ ജീവിക്കുന്ന അവിടുത്തെ ആൾക്കാർ പോലും പത്രമായിട്ട് കാണുന്നു, അവര് എപ്പിസോഡ്സ് കാണുന്നു, അതിനൊപ്പം തന്നെ അവർ ഹോട്ട്സ്റ്റാറിൽ കാണുന്നു. അവരെന്നോട് പറയാറ് ഞങ്ങൾ സ്ഥിരമായിട്ട് 8:30 മണിക്ക്, അപ്പോൾ അവിടുത്തെ ടൈമിംഗ് വേറെ ആയിരിക്കാം, ആ ടൈം ഉണ്ടെങ്കിൽ ഞങ്ങളിത് കണ്ടിരിക്കും. സത്യം പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ആർക്കും ഇഷ്ടമല്ല, പക്ഷെ ഞങ്ങൾ നേരിൽ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും അയ്യോ എന്ത് പാവമാണ് അതാണെന്ന്. അപ്പോൾ എപ്പോഴും എന്നോട് പറയാറുള്ളത് വെച്ചാൽ ഇത്രയും ആവരുത്, ഭാര്യയോട് കുറച്ചെങ്കിലും ഒരു കുറച്ചും കൂടി സൗമ്യമായിട്ട് ഒരു മര്യാദത്തിൽ പെരുമാറാം. അതുപോലെ ചേട്ടത്തിയോട്, അതായത് നയന, അത് ലക്ഷ്മി കീർത്തനോട് അത്രയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾക്ക് അടിക്കാണ്ടെന്ന്. പക്ഷെ നേരിൽ കണ്ടപ്പോൾ ഇല്ല, നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഈ റോൾ അവർ തരുന്നത്? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എന്നെ കണ്ട ആരെങ്കിലും പറയൂ ഒരു നെഗറ്റീവ് പക്ഷെ ഈ ജലജയെ കണ്ട ആ ഇരിക്കുന്ന ഇരിപ്പും ആ ലുക്കും ആ ഫേസും എല്ലാം കണ്ടാ പറയില്ലേ എവിടെ നെവർ വെൽക്കം. എന്നെ കുറിച്ച് നോർമലി ആൾക്കാര് പിന്നെ കാണുമ്പോൾ കുറച്ച് ജാടയാണെന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെയല്ല. ജലയോട് സംസാരിച്ചു തുടങ്ങി അറിയാൻ പറ്റും കുഞ്ഞുങ്ങളെ പോലെയാണെന്ന്. എന്റെ മെയിൻ പ്രശ്നം എന്തായിരുന്നു കുഞ്ഞിലെ, ഞാൻ ആരോടും സംസാരിക്കൂല. എവിടെ ഒരു ക്രൗഡ്, ഇപ്പോഴാണെങ്കിലോ സംസാരം നിർത്തൂല, ഉൾവലിഞ്ഞിരിക്കും. അതുകൊണ്ട് എനിക്ക് ഒത്തിരി അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ കുട്ടികളോട് എനിക്ക് അതാ പറയാനുള്ളത്. നമ്മള് കുഞ്ഞിലെ തൊട്ടേ അത് സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ നമുക്ക് അതാണ് പേരൻസ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കുട്ടിയില്. ഞാൻ കാരണം അമ്മൂമ്മയുടെ പറയാൻ പാടില്ല, എൻ്റെ പേഴ്സണൽ ഇഷ്യൂസാണ്. ഞാൻ കാരണം അമ്മൂമ്മയുടെ രണ്ടാമത്തെ പള്ളി ഫ്രാൻസിലാണ്, പാരീസിലാണ്. മകളിനെ പോലും അമ്മൂമ്മ കാണാൻ പോവാണ്ട്, അതുകൊണ്ട് മകൾ സംസാരിക്കാണ്ട് എത്രയോ വർഷം, ഏകദേശം ഒരു 19-20 വർഷത്തോളം അമ്മൂമ്മയെ കാണാൻ വന്നിട്ടില്ല. ബിക്കോസ് ഓഫ് മീ. എൻ്റെ മോൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ബാക്കിയല്ല. അങ്ങനെ പറഞ്ഞ് മാറ്റി വെച്ച അമ്മൂമ്മയാണ്. ഞങ്ങളുടെ ടെലികാസ്റ്റിന് അന്ന് ആയതുകൊണ്ടാണ് എനിക്കൊരു വിഷമം. കാരണം എൻ്റെ ബർത്ത്ഡേയുടെ മന്ത് ആയതുകൊണ്ടാണ് എനിക്കത് ഭയങ്കര വിഷമം. ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന എൻ്റെ അമ്മൂമ്മയാണ്. എൻ്റെ ബർത്ത്ഡേ ആ മാസം തന്നെ ഏറ്റവും വലിയ സങ്കടവും ജീവിതത്തിൽ. സത്യം 9-ാം തീയതി എൻ്റെ ബർത്ത്ഡേ. ഞങ്ങളുടെ സെറ്റിലായിരുന്നു, ഞങ്ങൾ സെറ്റിലാണ്. എൻ്റെ ഇതുവരെ എൻ്റെ ബർത്ത്ഡേ സെറ്റിലാന്ന് ഞാൻ ആഘോഷിച്ചിട്ടില്ല. 2 ബർത്ത്ഡേ എൻ്റെ
സെറ്റിലായിരുന്നു ആഘോഷിച്ചത്. ആ ബർത്ത്ഡേ രണ്ടാമത്തെ ബർത്ത്ഡേ തുടങ്ങുന്ന കഴിഞ്ഞിട്ടാണ് അമ്മൂമ്മയുടെ 15-ാം തീയതിയുള്ള ആ ഒരു മരണം. ഇത് ലൈഫിൽ എനിക്ക് എത്ര അവാർഡ് കിട്ടിയാലും ആ ഒരു ശൂന്യത ഇല്ല ഒരിക്കലും. ഇപ്പം എനിക്ക് അച്ഛൻ പോയാലും അമ്മ പോയാലും എനിക്ക് അത്രയും ഒരു ഡീപ്ലി എനിക്ക് എൻ്റെ എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ അമ്മുമ്മ എന്നുള്ള കാര്യം എനിക്കത് ഒരിക്കലും എനിക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അതുകൊണ്ട് അതൊക്കെ വിട്ടെ, കം ടു മൈ. അയ്യോ അത് ഞാൻ കാരണം ഭയങ്കര ദുഃഖം പോയി. ഇല്ലില്ല, സന്തോഷവും സങ്കടവും അല്ല, കാരണം നമ്മളെ ലൈഫിൽ നമ്മളുടെ പുറകെ കുറേ ആൾക്കാരുടെ പ്രാർത്ഥനയുണ്ട്, കുറേ ആൾക്കാരുടെ സപ്പോർട്ടുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ ഇങ്ങനെയാണ് അങ്ങനെ, പക്ഷെ നമ്മളുടെ ഓരോരുത്തരുടെ ഹെൽപ്പും സപ്പോർട്ടും കൊണ്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതൊരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. ഒരു രീതിയിലെങ്കിൽ ഇനി വേറൊരു വഴിയിൽ നമുക്കത് കിട്ടും. അതുകൊണ്ട് നമുക്കത് ഒരിക്കലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ എല്ലാം ഓപ്പണായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് എനിക്കതൊരു വിഷയമേ അല്ല. കാരണം നമ്മൾ എങ്ങനെ വന്നു എന്ന് ഇപ്പം എൻ്റെ പുറകിലുള്ള എൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇപ്പം ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അവർക്കത് പറയാം, എൻ്റെ ഒരു ഗ്രാഫ് അവർക്ക് പറയാൻ പറ്റും. ഇപ്പം സ്മിതയ്ക്ക് ആയാലും, സ്മിത അപ്പം നല്ല ഫിലിംസ് ചെയ്തു, മോഡലിംഗ് ചെയ്തു. അപ്പോൾ സ്മിതയുടെ ആ ഒരു ജേർണിയിൽ വന്ന ആൾക്കാർക്ക് അറിയാം, സ്മിത ഇതെല്ലാം കഴിഞ്ഞൊരു ബ്രേക്ക് എടുത്താലും സ്മിതയ്ക്ക് ആ ബ്രേക്ക് കഴിഞ്ഞൊരു പെട്ടെന്നൊരു ഹൈപ്പ് ഉണ്ടായില്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ പോലെ തന്നെയാണ് സീരിയൽ. ഡെയിലി നമ്മളൊരു വ്യൂവേഴ്സാണ്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ അമ്മമാർ, അച്ഛന്മാർ, ഇപ്പം ബോയ്സ്, കുട്ടികൾ വരെ നമ്മളെ സീരിയൽ കാണുന്നുണ്ട്. അതൊരു ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. കാരണം കുട്ടികൾക്ക് ഇപ്പം എന്തെല്ലാം കാര്യങ്ങളുണ്ട് അവർക്ക് എൻ്റർടൈൻ ചെയ്യാനായിട്ട്. അവർ ചേട്ടാ സീരിയൽ അഭിനയിക്കുന്ന ഒരാളല്ലേ, നമ്മൾ പത്തനംതിട്ട അഭിചേട്ടനല്ലേ, ചേട്ടാ ഒരു സെൽഫി എടുത്തോ ചേട്ടാ. ഞാൻ നിങ്ങളൊക്കെ സീരിയൽ കാണുമോ? പിന്നെ ഞങ്ങൾ സീരിയൽ കാണും ചേട്ടാ. ഞങ്ങളൊക്കെ ഇപ്പം അമ്മയുടെ ഇപ്പം വീട്ടിൽ പോയാൽ ഞങ്ങൾക്ക് സീരിയൽ കാണേണ്ടി വരും. ഇപ്പം എവിടെ പോയാലും അവരൊക്കെ ഒരു അഡിക്റ്റഡ് ആണ്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന അമ്മമാരോട് ചോദിക്കും, നിങ്ങൾക്ക് എപ്പോഴാണ് സമയം? 8:30 നമ്മളുടെ ഇന്ത്യൻ ടൈം നമ്മളെ എപ്പിസോഡ്. ഞാൻ ചോദിക്കും, നിങ്ങൾ ഇപ്പോൾ ഈ ജോലിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണും പറയും, ഞങ്ങളൊക്കെ ഹോട്ട്സ്റ്റാറിൽ കാണും, ഞങ്ങൾ ഒരു ദിവസം പോലും മുടക്കില്ല എന്ന്. അമ്മയും മോനെ എന്തുവാ കാണിക്കുന്ന ആ സീരിയലിൽ കിടന്ന്. ശരിക്കും പുറത്തേക്ക് ഇറങ്ങിയിട്ട് അമ്മയുടെ മോന്തക്കെട്ട് അടിക്കണമെന്ന് പ്രേക്ഷകരായി പറഞ്ഞിട്ടില്ലേ? അതല്ലേ പറഞ്ഞത്. എനിക്ക് അമ്പലത്തിൽ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയപ്പോൾ എന്നോട് പറയാം, കുറ്റി നോക്കി ഒരെണ്ണം തരാൻ തോന്നിയത്, പക്ഷെ നിന്നെ നോക്കിയിട്ട് എങ്ങനെയാടാ മോനെ ഞാൻ അടിക്കാന്ന്. ഞാൻ പറഞ്ഞു, ഒരിക്കലും അടിക്കരുത്. ഞാൻ പറഞ്ഞു എൻ്റെയും ആ ക്യാരക്ടറിനെ സംബന്ധിച്ച് യാതൊരു ബന്ധവും ഇല്ല. അപ്പം അങ്ങനെ ആൾക്കാർ ഇഷ്ടമല്ല അവർ, കാരണം നമ്മൾ റിയൽ ആണെന്ന് വിശ്വസിക്കുന്നു. അതൊക്കെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ സീരിയലിൻ്റെ വിജയം എന്ന് പറയുന്നത്. തന്നെയാണ്. അവരില്ലെങ്കിൽ നമ്മളുണ്ടോ? ഇല്ല. ചാനൽസ് ഇഷ്ടം പോലെ ഉണ്ട്, സീരിയൽസ് ഇഷ്ടം പോലെ ഉണ്ട്, സീരീസ് ഉണ്ട്. പക്ഷെ അവരത് കാണുന്നതുകൊണ്ട്, നമുക്ക് വേണ്ടി അവരൊരു വാല്യുബിൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നും സീരിയലിൽ എല്ലാവർക്കും ഇഷ്ട കഥാപാത്രമായിട്ട് നമ്മൾ വരുന്നത്, അല്ലേ? അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും? പക്ഷെ എന്താന്നറിയില്ല, സോഷ്യൽ മീഡിയയില് റീൽസും കാര്യങ്ങളൊക്കെ ആൾക്കാർ അതും കാണുമല്ലോ. അപ്പം കുറച്ച് നമ്മുടെ ക്യാരക്ടർ അവർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാരും വളരെ സ്നേഹത്തോടെ. അതൊരു കാര്യം കേട്ടോ, അതൊരു വലിയൊരു കാര്യമാണ്. കാരണം ഞങ്ങള് സമയം കൊടുക്കുക സംസാരിക്കാൻ. പണ്ടെന്ന് പറഞ്ഞ സീരിയല് മാത്രം അല്ലെ, TV, സോഷ്യൽ മീഡിയ അത്ര വലിയ ആക്റ്റീവ് അല്ല. അപ്പൊ നമ്മുടെ ക്യാരക്ടർ അവർക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഇന്റർവ്യൂസ് വരുന്നു, റീൽസ് വരുന്നു, അപ്പൊ നമ്മുടെ കോമഡി അങ്ങനത്തെ സംഭവമൊക്കെ കാണുമ്പോൾ ആൾക്കാർ മനസ്സിലായി ഇവരൊന്നും അല്ല, ഇവര് ശരിക്കും സീരിയൽ അതൊന്നും അല്ലാന്ന് തോന്നുന്നെന്ന് വിചാരിച്ചിട്ട് എന്നെ കാണുമ്പോ എല്ലാരും വളരെ ഓടി വന്നിട്ട് നല്ല പറയും, കുറച്ചൊരു ക്രൂരത കുറയ്ക്കാമെന്ന് പറയും. നിങ്ങളെ പുറത്ത് വെച്ച് കണ്ടു കഴിയുമ്പോഴത്തേനും അമ്മയും മകനും അന്ന് തോന്നുന്നില്ല? അതൊരിക്കലും തോന്നൂലല്ലോ. ഈ കുട്ടി മനഃപൂർവ്വം ഭക്ഷണം കഴിക്കാണ്ട്, ഇന്നത്തെ ദിവസമാണ് ഞാൻ പറഞ്ഞുതരാം, ഓപ്പൺലി ഞാൻ പറയാം, ഇന്നത്തെ രാവിലെ മുതൽ എന്തോ ഒരു കൊളാജൻ ഡ്രിങ്ക് എന്തോ കുടിച്ചിട്ടുണ്ട്. ഇതുവരെ കുട്ടി ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇല്ല, എൻ്റെ പ്രേക്ഷകരെ ഞാൻ കാര്യമായിട്ട് പറയാണ്, ഇന്നത്തെ ഇന്റർവ്യൂക്ക് വേണ്ടിയിട്ട്. കാരണം ഞാൻ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് വയറ് തോന്നും, അത് കാരണം എൻ്റെ ഫേസ് വല്ലാണ്ടാവും. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ നിർബന്ധിച്ചിപ്പം ഞാനിപ്പം രാവിലെ വേണ്ടത്തുനിന്ന് വരികയായിരുന്നു, വന്നു. ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ ഒരു മറ്റേ മ്യൂസ്ലി കഴിച്ചിട്ടാണ് വന്നത്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ മ്യൂസ്ലി ഇല്ലേ, അത് കഴിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വിശപ്പ് സഹിക്കാൻ പോയി. അപ്പം എനിക്ക് സബ്വേയിൽ നിന്ന് ഞാൻ ഒരു സാൻഡ്വിച്ചാണ്, അത് ഞാൻ നിർബന്ധിച്ച് 2 വായി കഴിപ്പിച്ചു. അക്കും മിണ്ടാണ്ടിരിക്കുക, എനിക്ക് വയറ് വരും, എനിക്ക് ഫേസ് ഇത് തോന്നും.
അങ്ങനെ കോൺഷ്യസ് ആയിട്ട് കഴിക്കുന്നതുകൊണ്ട് ഇതാ ഇന്നും ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ പറയണത് ഏജ് എന്ന് പറഞ്ഞാൽ മനസ്സാണ്. 30ലും എനിക്ക് പ്രായമായി അല്ല, അതൊക്കെ ഓരോ ആൾക്കാരുടെ മെന്റാലിറ്റി ആണ് കേട്ടോ. മെന്റാലിറ്റി അല്ലേ. 60കളിലും ജീൻസും ടോപ്പും ഇട്ട് എനിക്ക് 70കളിലും 80ലും ചെറിയ ഷോർട്സ് ഇട്ട് പോകാനാണ് ഇഷ്ടം. ആ ഒരു മൈൻഡ് എനിക്ക് ഇപ്പോഴേ ഉണ്ട്. അപ്പൊ എനിക്ക് പ്രായമാകൂല, ഉറപ്പാണ് പ്രായമാകൂല. അല്ല അക്കു? എന്റെ സ്മിത, അക്കുവിന്റെ ഒരു കാഴ്ചപ്പാടിൽ എത്ര വയസ്സുണ്ടാവും? എൻ്റെ ഒരു കാഴ്ചപ്പാടില് 35 ഇൻ ബിറ്റ്വീൻ 40 അകത്ത്. എത്ര? സത്യമാണോ? അതെ, സത്യം. അത്രേ ഉള്ളൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് വന്നേക്കണ 41 വയസ്സാണ്. കമന്റിങ് ഇപ്പൊ ആൾക്കും ചെയ്യാമല്ലോ. ആയിരിക്കും അവളിപ്പൊ അങ്ങനെ ശ്രമിക്കണ്ട ആയിരിക്കും, അതന്നെ. പക്ഷെ എന്തായാലും കണ്ട അത്ര കുറേ വർഷം ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാ. എനിക്ക് മരിക്കേ വേണ്ട. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആഗ്രഹമുണ്ട്. ചിലരുണ്ടല്ലോ, അയ്യോ എനിക്ക് മരിച്ചാൽ മതി, അയ്യോ എന്റെ ജീവിതം തകർന്നേ, എന്റെ ജീവിതം തീർന്നേ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാര്. ഞാൻ കണ്ട ആൾക്കാരൊക്കെ അങ്ങനെയാ. നീ പറയാറില്ലേ അയ്യോ എനിക്ക് അധികം ഒന്നും ജീവിക്കാൻ? ഞാൻ ഒരിക്കലും പറയാറില്ല. എനിക്ക് പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ആരോഗ്യമായിട്ട് ഇരിക്കുമ്പോൾ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിപ്പോ ഇപ്പൊ നാളെ ആയാലും മറ്റന്നാളായാലും കാരണം എനിക്ക് അങ്ങനെ എക്സ്പെക്ടേഷൻ ഇല്ല. എനിക്ക് ഇങ്ങനെ ലൈഫിൽ ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം, എനിക്ക് ഇങ്ങനെ ആവണം എന്നുള്ള എനിക്ക് ആ ഒരു ഡ്രമാറ്റിക് ലൈഫിൽ ഞാൻ ജീവിക്കാറില്ല. വേണ്ട, എന്റെ കാര്യം ചോദിച്ചില്ലേ? സ്റ്റോപ്പ്. ഞാൻ പറയും. അപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അങ്ങനത്തെ ഒരു കാര്യമല്ല. ഞാൻ ഇപ്പൊ എന്റെ കറന്റ് ലൈഫ് ഞാൻ എൻജോയ് ചെയ്യാണ്. ഇപ്പൊ പോയാൽ എനിക്ക് ഹാപ്പി, നാളെയാണെങ്കിൽ നാളെ ഹാപ്പി. എന്നെ സംബന്ധിച്ച് എനിക്കൊരു ലയബിലിറ്റീസ് ഇല്ല, എനിക്ക് എക്സ്പെക്ടേഷൻസ് ഇല്ല, എന്നെ കാത്ത് കുറച്ച് ആൾക്കാരില്ല, അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് നോ ഇഷ്യൂസ്, ഐ എം ഹാപ്പി. അല്ലെങ്കിൽ ആരെ എക്സ്പെക്ട് ചെയ്ത് ഈ ലോകത്ത് ജീവിക്കാൻ പാടില്ല, അല്ലേ? നമുക്ക് നമ്മൾ മാത്രമേ പറയാൻ പറ്റും, പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലേ? ഞാൻ മിസ് ചെയ്യുന്ന എന്തൊക്കെയാണെന്നറിയോ? ഇനിയുള്ള വർഷങ്ങളിൽ എന്തോരം ടെക്നോളജി വരാനുണ്ട്, എന്തൊക്കെ മ്യൂസിക് ഇറങ്ങാനുണ്ട്, എന്തൊക്കെ സിനിമ കാണാനുണ്ട്. എനിക്ക് ഈ ലോകം മുഴുവൻ കാണണം. ഇത്രയും സാധനം ഞാൻ മരിച്ച എനിക്ക് കാണാൻ പറ്റുമോ? എനിക്കിതെല്ലാം കാണണം. ചിലപ്പോൾ ഇപ്പോഴത്തെ എന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചിലപ്പോൾ എനിക്കിതൊന്നും പോകാൻ പറ്റിയെന്ന് വരില്ല. കുറെ കഴിയുമ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആഗ്രഹമേ ഇല്ല. ലൈഫ് ഞാൻ നാളെ എന്നുള്ള ഒരു മാറ്റി ഞാൻ ഇപ്പം മുമ്പ് ചിന്തിക്കുമായിരുന്നു. എൻ്റെ അമ്മൂമ്മ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും, അങ്ങനത്തെ ഒരു കാരണം എനിക്ക് വേറെ അങ്ങനത്തെ ആരും ഡിപ്പെൻഡബിൾ അല്ലാത്തതുകൊണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഇതൊക്കെ എൻ്റെ ഒരു ലൈഫിൽ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം എൻ്റെ ഒരു ഹാപ്പിനെസ്സാണ്. ഇതെല്ലാം ഞാൻ എൻജോയ് ചെയ്ത് പോകും. നാളെ എന്തെന്നുള്ള നാളെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യമുള്ളതാണ്. കാരണം നമ്മൾ എന്തായാലും നമ്മൾ ജീവിച്ചേ പറ്റുള്ളൂ, ജീവിക്കുകയാണെങ്കിൽ. അപ്പം നാളത്തെ കാര്യം നാളെ. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് ടെൻഷൻ കാര്യങ്ങളൊന്നുമില്ല.